ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. MA PC, അതായത് MA സൈക്കോളജി ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്ന MA സൈക്കോളജിന്റെ സീഡിലുള്ള ഫാക്കൽറ്റികളിൽ ഒരാളാണ് ഞാനും. ഓക്കെ, സോ ഈ ഒരു കോഴ്സിൽ ഞാൻ എടുക്കുന്നത് രണ്ട് സബ്ജക്ട്സ് ആണ്. നിങ്ങൾക്കറിയാം, MA PC എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് കോഴ്സിന്റെ അകത്ത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് 3 ടീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. 3 ടീച്ചേഴ്സ് ആയിട്ട് രണ്ട് രണ്ട് പേപ്പർ വെച്ചിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. എൻ്റെ പേപ്പേഴ്സ് വരുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയും അതുപോലെ തന്നെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, 001 ആൻഡ് 003, MPC 001, MPC 003, അങ്ങനെ ഓരോ കോഡുകൾ ഉണ്ടാവും ഓരോ സബ്ജക്ട്സിനും. സോ ഈ കോഡിൽ വരുന്ന രണ്ട് സബ്ജക്ട്സ്, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജിയും അതുപോലെ തന്നെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയാണ് ഞാൻ എടുക്കുന്ന പേപ്പേഴ്സ്. ഓക്കെ, ബാക്കി സബ്ജക്ട്സ് ഏതൊക്കെയാണ്, അതാരൊക്കെയാണ് എടുക്കുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെതായ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ തരാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ പേര് ഞാൻ പറഞ്ഞു, നസ്രീൻ എന്നാണ്. ഞാൻ ഇപ്പോൾ സീഡിലെ സ്റ്റാഫാണ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടും ടീച്ചറായിട്ടും സൗദിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ UG ക്ലാസ്സസ് PG ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കരിയർ കൗൺസിലർ ആണ്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ. പിന്നെ പറയാനാണെങ്കിൽ, ഞാനും PG സൈക്കോളജി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഗ്നോയിലാണ്. PG മാത്രമല്ല, UGയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇഗ്നോയിലാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഒരു ഇഗ്നോ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇഗ്നോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. അത് ഇനി എക്സാം റിലേറ്റഡ് ആയിക്കോട്ടെ, പഠിക്കുന്ന കാര്യങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഇഗ്നോ സ്റ്റുഡന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായും കൃത്യമായുമുള്ള ധാരണയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതുവരെയുള്ള സ്റ്റുഡൻസിനെല്ലാം എനിക്ക് ഉറപ്പാണ് ഞാൻ കൊടുത്തിട്ടുള്ള ടിപ്സും ട്രിക്സും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, സമയമുള്ളവർക്ക് എങ്ങനെ മാക്സിമം മാർക്ക് വാങ്ങിക്കാം, സമയമില്ലാത്തവർക്ക് എങ്ങനെ എന്താണ് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാം, അങ്ങനെയൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങൾ, ഇതിൻ്റെ അകത്തുള്ള കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന സീക്രറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. പിന്നെ അതല്ലാതെ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതിയെ കുറിച്ച് പറയാനാണെങ്കിൽ, അറിയാലോ, രണ്ട് സബ്ജക്ട്സും കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഓക്കെ, ഇതിന്റെ അകത്ത് നമ്മളെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെന്റൽ പ്രോസസ്സുകളും, ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും പേടിക്കേണ്ട, അയ്യോ 10ാം ക്ലാസ്സിലെ ബയോളജി, നോ, ഇറ്റ്സ് മച്ച് മോർ, എന്താണ്, ഇപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അത് കുറേം കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, പിന്നെ ഇത് ബയോസൈക്കോളജി അല്ല, ഇത് കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളും ഒന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. നമ്മൾ കുറേ മെന്റൽ പ്രോസസ്സുകളെ കുറിച്ചാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നമ്മൾ എങ്ങനെ കാണുന്നു, ആ കാണുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അതിനെക്കുറിച്ചുള്ള തോട്ട്സ് നമുക്ക് എങ്ങനെ വരുന്നു. ഓക്കെ, നമ്മുടെ തിങ്കിങ്, അല്ലെങ്കിൽ ഇനി കുറച്ച് കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തത് തന്നെ, ജോയിൻ ചെയ്യണോ വേണ്ടയോ, വേണോ വേണ്ടയോ, അതിൻ്റെ അകത്ത് വേണം എന്നുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഹൗ ഡു യു മേക്ക് ദാറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മെന്റൽ പ്രോസസ്സുകൾ ക്രിയേറ്റീവ് ആയിട്ടൊരു തോട്ട് കൊണ്ടുവരുന്നു. ഇങ്ങനത്തെ കുറേ വെറൈറ്റി പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാ, ഇതിന്റെയൊക്കെ സീക്രറ്റ്സ് എന്താണ്, അല്ലെ, ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും മെയിൻ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ലേണിംഗ്, മെമ്മറി, ഇൻഫർമേഷൻ പ്രോസസ്സിങ്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. രണ്ടാമത് പറയുന്നത് നമ്മുടെ MPC 003, തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഒബ്വിയസ്ലി ഒരു സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു PG എടുക്കാൻ വരുന്ന ഒരാളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ഒബ്സർവ് ചെയ്യാനും അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കും. ഓക്കെ, അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കും എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ഒരുപാട് വലിച്ചു നീട്ടി ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി 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 ഇൻട്രസ്റ്റിംഗ്, അല്ലേ? മനുഷ്യന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടേതും ഡിഫറെന്റ് ആണ്, അല്ലേ? പക്ഷെ ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള പരിപാടിയല്ലേ? ഓക്കെ, സോ അങ്ങനത്തെ ഒരു പേപ്പറാണ് നമ്മുടെ MPC 003. ഉള്ളത് പറയാലോ, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത പേപ്പറായിരുന്നു കേട്ടോ. കാരണം നമുക്കൊന്നും നല്ലപോലെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ സീഡ് ത്രൂ എന്നല്ല ചെയ്തത്, ഞാൻ ഒറ്റയ്ക്കാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് പോയി രജിസ്റ്റർ ചെയ്തു, ഒറ്റയ്ക്ക് പോയി പഠിച്ചു, ഒറ്റയ്ക്ക് പോയി പരീക്ഷ എഴുതി. ഇങ്ങനെ ക്ലാസ്സുകൾ കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നൊന്നും എനിക്കൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്വന്തം എഫേർട്ട് ഇട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ
എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരു ഹോൾ പിക്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇത്രയും വർഷം സൈക്കോളജി പഠിച്ചതിന് ശേഷമാണ് പല കാര്യങ്ങളും ഇപ്പൊ എന്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, കുറേ തിയറീസ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സബ്ജക്റ്റിന്റെ പേരും തിയറീസ്, ഉള്ളിലും കുറേ തിയറീസ്, എന്താണ് കുറേ തിയറീസ് ഇങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. എനിക്ക് തോന്നുന്നു എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും മാർക്ക് കിട്ടിയിരുന്ന സബ്ജക്റ്റും തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ച് പഠിച്ച് ലാസ്റ്റിലേക്കാണ് അതിനെക്കുറിച്ച് ക്ലാരിറ്റി കിട്ടുക. ഇപ്പൊ എനിക്ക് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഇതുവരെ പാസ് ഔട്ട് ആയിട്ടുള്ള എൻ്റെ എല്ലാ കുട്ടികളും ദേ ആർ വെരി ഹാപ്പി വിത്ത് ഹൗ ഐ ടീച്ച് ദം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ബെസ്റ്റ് തരാൻ പറ്റുന്നുള്ള കോൺഫിഡൻസും കൂടെ ഉണ്ട്. പിന്നെ സ്റ്റഡി ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അതായത് ഓരോ സബ്ജക്റ്റിനും വീക്കിൽ ഒരു ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അത് മിക്കവാറും രാത്രി 9:30 to 10:30 ആയിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് എവ്രി വൺ ക്യാൻ അറ്റൻഡ്. ഓക്കെ, വർക്ക് ചെയ്യുന്നവർക്കും മദേഴ്സിനും എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ള ഒരു ടൈം വെച്ചിട്ടുള്ളത്. നിങ്ങൾ ജോയിൻ ചെയ്ത് അതൊരു ശീലമായി വരുമ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ 6 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 5 to 6 ക്ലാസ്സസ് ആയിരിക്കും വീക്ക്ലി ഉണ്ടാവുക. ഈ എല്ലാ ക്ലാസ്സുകളും ഈ പറഞ്ഞ പോലെ 9:30 to 10:30 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ക്ലാസ്സിന്റെ അകത്ത് പിന്നെ ഈ പറഞ്ഞ പോലെ സൂമിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക, ലൈവ് ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ്സിന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി റെക്കോർഡിംഗ് ആയിട്ട് കേട്ട ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ കാര്യങ്ങളും ഒരു റെക്കോർഡിംഗ് ആയിട്ട് അയച്ചു തരും. ആ റെക്കോർഡിംഗ് കേട്ടതിന് ശേഷം ആ ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറ്റുകയാണെങ്കിൽ ടെക്സ്റ്റ് വായിക്കുകയും കൂടെ ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ക്ലാസ്സിലിരിക്കാൻ. അപ്പോൾ ക്ലാസ്സിൽ എന്തൊക്കെയാണ് കാണിച്ചു തരാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഫോർ എക്സാമ്പിൾ നമ്മുടെ MPC 003 എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കാണ്. ഇതിനകത്ത് ഞാൻ എടുക്കുമ്പോൾ ഉള്ള ഫോർമാറ്റ് ആണ് കേട്ടോ പറയുന്നത്. ഞാൻ PPT കാണിച്ചിട്ടാണ് ക്ലാസ് എടുക്കാറ്. ഓരോ ടീച്ചേഴ്സ് ഓരോ സ്റ്റൈലിലായിരിക്കും എടുക്കുക. അവർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ ബെസ്റ്റ് ആയിട്ട് ഈ കണ്ടന്റ് തരാൻ പറ്റുക ആ സ്റ്റൈലിലായിരിക്കും അവരെടുക്കുക. സോ എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PPT വെച്ച് പറഞ്ഞു തരാറാണ്. സോ MPC 003 ബ്ലോക്ക് 4ന്റെ ലൈവ് ഡിസ്കഷന്റെ ഒരു പവർ പോയിന്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഒരു സ്ഥിരം ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നോയിൽ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ പഠിക്കും, എന്താ പഠിച്ചതെന്നൊരു ബോധം ഉണ്ടാവില്ല. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കൊടുക്കാറ്. ബ്ലോക്ക് 1, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 എന്ന് പറഞ്ഞിട്ട് ഓരോ ബ്ലോക്കിലെയും യൂണിറ്റുകളുടെ പേര് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പേഴ്സണാലിറ്റി എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, സെയിം വിത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതെന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഈ യൂണിറ്റ് 1 സംസാരിക്കും. പിന്നെ നമ്മൾ ടൈപ്പ് ട്രേറ്റ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേറ്റ് അപ്രോച്ചസ് ടു പേഴ്സണാലിറ്റി, അതായത് പേഴ്സണാലിറ്റിനെ നമ്മൾ 2 തരത്തിൽ കാണും. അത് ഏതൊക്കെ തരത്തിലാണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യുന്നത്? ഓക്കെ, ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് വെറുതെ നോക്കിയിട്ട് അങ്ങോട്ട് നമുക്ക് തോന്നുന്നത് എഴുതാൻ പറ്റില്ലല്ലോ. ഇതിനൊക്കെ ഓരോ സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ഇല്ലേ? അപ്പൊ അതെന്താണ്? അതുപോലെ തന്നെ കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി, ആളുടെ പേഴ്സണാലിറ്റിയിലുള്ള കീ ഇഷ്യൂസ് എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ ബ്ലോക്ക് 2ന്റെ അകത്ത് നമ്മൾ കുറച്ച് ട്രേറ്റ് തിയറീസും കുറച്ച് ടൈപ്പ് തിയറീസും ഒക്കെ നമ്മൾ ബ്ലോക്ക് 2ലും 3ലും ആയിട്ട് ആ തിയറീനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും 8-10 തിയറികൾ ഉണ്ടാവും. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഓരോന്നും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊരു വേറെ ലെവൽ ഓഫ് കാഴ്ചപ്പാട് പേഴ്സണാലിറ്റിനെ കുറിച്ച് ഇവിടുന്ന് കിട്ടും. പിന്നെ ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിനെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അസസ്മെന്റും ടെസ്റ്റിങ്ങും പേഴ്സണാലിറ്റി അസസ്മെന്റിന്റെ അപ്രോച്ചുകൾ എന്തൊക്കെയാണ്, ബിഹേവിയറൽ അസസ്മെന്റ്, അതർ മെഷേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. സി ഈ ഇൻഡെക്സ് കാണിച്ചു തരുന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഓ വാവ് ഇതൊക്കെയാണല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നത് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ചിലർക്ക് അതേപോലെ തോന്നും, പക്ഷേ പേര് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം അല്ലേ, വന്ന വഴി തിരിച്ച് ഓടി പോവാന്നൊക്കെ തോന്നും. അത്രയൊന്നും വറീഡ് ആവേണ്ട കാര്യമില്ല. ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഇതിലൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ വെബിനാർ ഇരുന്ന് കേൾക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ എ ലോട്ട് ഓഫ് ഡിഫറെന്റ് വേസ് ഓൾസോ. ഓക്കെ, സോ ഓടിപ്പോകരുത്. ഞാനൊക്കെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതിപ്പോൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഇങ്ങനെ എനിക്ക് ഈ സബ്ജക്ട് ഇഷ്ടമാവാതിരുന്ന എന്നൊക്കെ എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി വേറൊരു സംഭവം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും 100 മാർക്കിനാണ്, അറിയാലോ. ഫൈനൽ മാർക്ക് വരെ 100 മാർക്കിനാണ് ആസ് യൂഷ്വൽ. അപ്പൊ ഈ 6 തിയറി പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു. ആ 6 തിയറി പേപ്പറിനും നിങ്ങൾക്ക് 100-ലായിരിക്കും മാർക്ക് വരിക. ഈ 100-ല് 70% മാത്രമാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ മാർക്ക് വരിക. ഓക്കെ, 30% വരുന്നത് എന്തിൽ നിന്നാ? അസൈൻമെന്റിൽ നിന്നാണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി ചെയ്യേണ്ട അസൈൻമെന്റ് ഒന്നല്ല. നമുക്കൊരു 10-18 ക്വസ്റ്റ്യൻസ് അവർ തരും. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ ഒരു കടലാസിൽ എഴുതും, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യും. ഇങ്ങനത്തെ തരത്തിലുള്ള അസൈൻമെന്റ് ആണ് ഈ ഒരു 30% മാർക്ക് വരുന്നത്. ഓക്കെ, സോ അസൈൻമെന്റിന്റെ മാർക്ക് ഔട്ട് ഓഫ് 100 ആയിരിക്കും. അതിന്റെ 30%ഉം നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ 70%ഉം രണ്ടും കൂടെ എടുത്തിട്ടാണ് എന്ത് വരിക?
നിങ്ങളുടെ ഔട്ട് ഓഫ് 100 ഫൈനൽ മാർക്ക് വരിക. ഓക്കെ, സോ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം അസൈൻമെന്റ് അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫൈനൽ മാർക്ക് കുറവാണെങ്കിലും നമുക്ക് ഫൈനൽ പെർസെൻറ്റേജ് കൂട്ടി കിട്ടും. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം, നമ്മൾ കോഴ്സിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ ഇതൊരു അസൈൻമെന്റിന്റെ എന്താണ് പവർ പോയിന്റ് ആണ്. ഇതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ നമ്മൾ തുടക്കമായിരിക്കും, അതായത് നിങ്ങൾ അസൈൻമെന്റ്സ് ചെയ്ത് തുടങ്ങുക, നമ്മൾ 1-2 ബ്ലോക്കുകൾ മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും. ഡീറ്റെയിൽ ആയിട്ട് ഫുൾ 4 ബ്ലോക്സും പഠിച്ചതിന് ശേഷം അല്ല നമ്മൾ അസൈൻമെന്റ് ചെയ്യുക. അസൈൻമെന്റ് നേരത്തെ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ ഓരോ എന്താണ്, ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ കോഗ്നേറ്റീവ് സൈക്കോളജിന്റെ അസൈൻമെന്റ് ആണ്. അപ്പോൾ ആദ്യം അതിന്റെ ഇൻഡെക്സ് കാണിച്ചു കൊടുക്കും, എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ തരും, എങ്ങനെയാണ് നല്ല വൃത്തിക്കുള്ള ഒരു ആൻസർ എഴുതേണ്ടത്. പിന്നെ സെക്ഷൻ എ 1000 വേർഡ്സിനാണ് ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഓരോന്നിനും 15 മാർക്ക് വെച്ചിട്ടാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണിച്ചു തരും. ക്വസ്റ്റ്യൻ 2ന്റെ ആൻസേഴ്സ് എവിടെയാണ് വരുന്നതെന്ന് കാണിച്ചു തരും. അതായത് ടെക്സ്റ്റിലുള്ള ഏത് ബ്ലോക്കിലാണ്, ഏത് പേജ് നമ്പറിലാണ്, ഏത് സെക്ഷനിലാണ് ആൻസർ വരുന്നതെന്ന് കാണിച്ചു തരും. എന്നിട്ട് ആ ആൻസറും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. സോ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ക്ലാസിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നമ്മൾ ലൈവ് ഡിസ്കഷൻ ആണ് ചെയ്യുക. അതായത് ഒരു ക്ലാസിന്റെ അകത്ത് നമ്മൾ 1-2 യൂണിറ്റുകൾ പറയും. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടും കൂടെ വരണം. അതിനുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് അയച്ചു തരും. റെക്കോർഡഡ് ആയിട്ടുള്ള വാട്സാപ്പിലൂടെയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അയച്ചു തരും. അത് കേട്ടിട്ട് ഈ ക്ലാസ്സിന് വരാം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളി എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ടൈം ഓവർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ബാക്കി ടീച്ചേഴ്സ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരും. ആൻഡ് സി യു ഡ്യൂറിങ് അവർ ക്ലാസ്. ഓക്കെ, ബൈ.